രക്ഷസുകൾ വാഴുന്ന കാടുകൾ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെ നമ്മൾ ജീവിക്കുന്ന ഈ ഗ്രാമങ്ങളിലെ പല ഭാഗങ്ങളിലും രക്ഷസിന് കൊടുക്കുന്ന പതിവുണ്ട്. എന്നാൽ ചില നാട്ടിലെ രക്ഷസുകൾ ഉഗ്രമൂർത്തികളായിട്ട് അവിടെ പൈശാചികമായ രീതിയിൽ പെരുമാറിയിരുന്ന കാലഘട്ടത്ത് അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട മന്ത്രവാദികളോ അല്ലെങ്കിൽ തറവാട്ടിലെ കാരണവന്മാരോ അതിനെ പിടിച്ച് എവിടെയെങ്കിലും ബന്ധിച്ചതിന് ശേഷം കാലാകാലങ്ങളിലായിട്ട് അതിനു വേണ്ട നീരും പൂവും ഭക്ഷണവും നൽകി വരാറായിരുന്നു. എന്നാൽ കാലത്തിന്റെ മാറ്റങ്ങളിൽ ഇന്നത്തെ തലമുറയ്ക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെ കാരണവന്മാരുടെ മരണാനന്തര ശേഷം ഈ രക്ഷസുകൾക്ക് ഭക്ഷണവും വെള്ളവും നീരും ലഭിക്കാത്തതിനെ തുടർന്ന് ആ അടച്ചിട്ട ശക്തിയിൽ നിന്നും അത് പുനർജനിക്കുന്ന ഒരു കാഴ്ച നമ്മുടെ നാടുകളിലെ ഐതിഹ്യങ്ങളിലുണ്ട്. എന്നാൽ ഇതിനെ എവിടെയാണ് ബന്ധിച്ചിരിക്കുന്നതെന്നും അതുപോലെ ഇത് എവിടെയാണ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നതെന്നും നമുക്ക് കണ്ടെത്താനാവില്ല. അതിൻ്റെ ഉറവിടം തേടി പോയവരാരും ജീവനോടെ തിരിച്ച് വന്നിട്ടുമില്ല എന്നാണ് ഒരു ഗ്രാമത്തിലെ ഒരു പഴയ നാടോടി കഥ. എന്നാൽ ഈ കാലഘട്ടത്ത് അത്തരത്തിലുള്ള എന്തെങ്കിലും ദുർശക്തികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെയുള്ള ഒരു കഥയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. കോഴിക്കോടിലെ IT കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു രാഘവ്. രാഘവിന്റെ സ്വദേശം എന്നത് വയനാടായിരുന്നു. വയനാട് ടൗണിൽ നിന്ന് മാറി അല്പം ദൂരെയുള്ള ഒരു സ്ഥലത്തായിരുന്നു രാഘവിന്റെ വീട്. എന്നാൽ രാഘവിന് കോഴിക്കോടായിരുന്നു ജോലി ലഭിച്ചിരുന്നത്. അന്ന് ഓഫീസിന്റെ ഒരു ഇവന്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോഴിക്കോട്ടേക്ക് രാഘവ് എത്തിയത്. രാഘവിന് അവിടെ 2 ദിവസം താമസിക്കേണ്ടി വന്നു. ഇവന്റ്സ് എല്ലാം തീർന്ന് തിരിച്ച് മടങ്ങുന്ന വഴിയാണ് രാഘവിന് ഇത്തരത്തിലുള്ള ഒരു പ്രേതാനുഭവം ഉണ്ടാകുന്നത്. അന്ന് കോഴിക്കോട് നിന്നും വയനാട്ടിലേക്ക് താമരശ്ശേരി ചുരം വഴി പോകാനൊരുങ്ങുന്ന രാഘവ് പെട്ടെന്ന് താമരശ്ശേരി ചുരം എത്തിയ സമയത്താണ് അവിടെ വല്ലാത്ത തരത്തിലുള്ള ബ്ലോക്ക് കണ്ടത്. അവിടെ ഏത് സമയവും ബ്ലോക്ക് തന്നെയായിരിക്കും. ഈ ചരക്ക് ലോറികൾ പോകുന്നത് കൊണ്ട് തന്നെ അവിടെ എപ്പോഴും ബ്ലോക്ക് ആവാറാണ് പതിവ്. അങ്ങനെ രാഘവ് അവിടെ എത്തിയ സമയത്ത് അവിടെ വല്ലാത്ത തരത്തിലുള്ള വലിയൊരു ബ്ലോക്ക് കണ്ടു. ഒരുപാട് സമയം വണ്ടിയുമായി ആ ബ്ലോക്കിൽ തന്നെ നിന്നു. എന്നാൽ ബ്ലോക്ക് ഇപ്പോഴൊന്നും തീരുന്ന ഒരു ലക്ഷണവുമില്ല. ഏകദേശം രാത്രി ഇരുട്ടി തുടങ്ങിയിരുന്നു. ആ സമയത്ത് രാഘവിനി എന്ത് ചെയ്യും എന്നറിയാതെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അമ്മയ്ക്കൊന്ന് വിളിച്ചു. അമ്മ, ഇവിടെ താമരശ്ശേരി ചുരം നല്ല രീതിയിൽ ബ്ലോക്കാണ്. ഇനി മുന്നോട്ടേക്ക് വരികയാണെങ്കിൽ പോലും അല്പം താമസിച്ചാണ് വീട്ടിലെത്തുക എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ഫോണ് കട്ട് ചെയ്യുകയും ചെയ്തു. കുറച്ച് സമയം ആ ബ്ലോക്കിൽ നിൽക്കുന്ന സമയത്ത് ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ചില സ്ഥലങ്ങളൊക്കെ നോക്കി. ഏതെങ്കിലും പ്രത്യേക ഓടുവഴികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുന്നിലേക്ക് ചാടാമല്ലോ എന്ന് കരുതി ഗൂഗിൾ മാപ്പിൽ സ്ഥലം തിരയുന്ന സമയത്താണ് ഗൂഗിൾ മാപ്പ് രാഘവിന് ഒരു സ്ഥലം കാണിച്ചത്. അതൊരു കാട്ടുവഴിയിലൂടെയുള്ള സ്ഥലമായിരുന്നു. ആ സമയത്ത് ഉടനെ തന്നെ ഒന്നുകൂടി അമ്മയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മ ഭക്ഷണം കഴിച്ച് കിടന്നോളൂ, ഞാൻ എത്താൻ എന്തായാലും വൈകും. ഈ ബ്ലോക്ക് ഇന്ന് തീരുന്ന ലക്ഷണമൊന്നുമില്ല. ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കുന്ന സമയത്ത് കാടിനുള്ളിലൂടെ ഒരു വഴി കാണുന്നുണ്ട്. ആ വഴി ഞാൻ വരാം. അതിലെ വന്നു കഴിഞ്ഞാൽ കുറച്ച് വൈകിയാണെങ്കിലും ബ്ലോക്ക് ഇല്ലാതെ അങ്ങോട്ടേക്ക് എത്താമെന്ന് പറഞ്ഞു. ആ സമയത്ത് പെട്ടെന്ന് അമ്മ ചോദിച്ചു, അത് ഏത് വഴിയാണെന്ന്. ആ സമയത്ത് ആ വഴിയുടെ സ്പെസിഫിക്കേഷനൊക്കെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു. എന്നാൽ ഇത് കേട്ട ഉടനെ തന്നെ രാഘവന്റെ അമ്മ പറഞ്ഞു, മോനെ, ഒരു കാരണവശാലും നീ തനിച്ച് ആ വഴിയിലൂടെ വരരുതെന്ന്. ആ വഴിയിലൂടെ വരുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് ആ സമയത്ത് രാഘവിന്റെ അമ്മ പറഞ്ഞു, മോനെ, ആ കാട്ടുവഴിയിൽ പണ്ടുകാലത്ത് ഒരുപാട് മന്ത്രവാദവും അതുപോലെ രക്ഷസുകൾ വാണിരുന്ന ഒരു കാടാണത്. ആ കാട്ടിൽ പണ്ടുകാലത്ത് രക്ഷസിനെ ആവാഹിച്ച് തളച്ച ഒരു ചൂരൽ മരമുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുവഴി പോവുകയാണെങ്കിൽ അവിടെ വെച്ച് എന്തെങ്കിലും അനർത്ഥം സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഒരിക്കലും സഹിക്കാനാവില്ല എന്ന് അമ്മ അനിരുദ്ധിനോട് പറഞ്ഞു. ആ സമയത്ത് എൻ്റെ പൊന്നമ്മേ, ഈ കാലഘട്ടത്തിലും ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ? ആ കാട്ടിൽ ആനയോ പുലിയോ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. അല്ലാതെ ഇത്തരത്തിലുള്ള ശക്തികളുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്കത് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് അമ്മയോട് രാഘവ് തീർത്തും പറഞ്ഞു. അങ്ങനെ രാഘവ് അവിടെ നിന്ന് ഫോൺ ചെയ്യുന്നത് നിർത്തി ആ കാട് വഴിയിലൂടെ ബൈക്ക് അതിവേഗത്തിൽ പായിപ്പിക്കാൻ തുടങ്ങി. കുറച്ചു ദൂരം ചെല്ലുന്നത് വരെ റോഡ് മാർഗം തന്നെയായിരുന്നു. എന്നാൽ കാടിനുള്ളിലേക്ക് എത്തുന്ന സമയത്ത് ആ റോഡൊക്കെ പതുക്കെ പതുക്കെ പൊട്ടിയും പൊളിഞ്ഞുമുള്ള റോഡായി മാറിക്കൊണ്ടിരുന്നു. എന്നാലും ബൈക്കുമായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരുന്നു.
അങ്ങനെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് വണ്ടി ഒരു കുഴിയിൽ വീണ് പെട്ടെന്ന് പങ്ക്ചർ ആവുന്നത്. ആ കാട്ടുവഴിയിൽ നിന്നും പെട്ടെന്ന് ഇറങ്ങി ബൈക്ക് നോക്കുന്ന സമയത്ത് ബൈക്ക് പങ്ക്ചർ ആയിട്ടുണ്ടായിരുന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്ത് മറ്റൊരു മാർഗവും അവിടെ ഉണ്ടായിരുന്നില്ല. കുറച്ചു സമയം വണ്ടിയൊക്കെ എങ്ങനെയെങ്കിലും റെഡിയാകുമോ, അല്ലെങ്കിൽ എനിക്ക് സ്വയം അത് റെഡിയാക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കി. എന്നാൽ ഇത് സാധ്യമായിരുന്നില്ല. കാരണം മൊത്തത്തിൽ ടയർ പങ്ക്ചർ ആയിട്ടുണ്ടായിരുന്നു. ഇനി വന്ന വഴി പുറകിലേക്ക് നടക്കുകയാണെങ്കിൽ ഒരുപാട് ദൂരമുണ്ട്. ഇനി അങ്ങനെ നടന്നു കഴിഞ്ഞാലും അവിടെ നിറയെ ബ്ലോക്കാണ്. എന്തു വന്നാലും വേണ്ടിയില്ല, മുന്നോട്ടേക്ക് തന്നെ പോകാമെന്ന് പറഞ്ഞ് ബൈക്ക് അവിടെ നിർത്തിയതിനു ശേഷം കാൽനടയായിട്ട് മുന്നോട്ടേക്ക് നടക്കാൻ ആരംഭിച്ചു. കുറെ ദൂരം നടന്ന സമയത്താണ് പെട്ടെന്ന് ആ ചൂരൽ മരം കാണുന്നത്. തന്റെ അമ്മ പറഞ്ഞ ആ ചൂരൽ മരം. അത് കണ്ട ഉടൻ തന്നെ മനസ്സിലൊന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്തൊരു കഷ്ടമാണ്. നമ്മുടെ നാട്ടുകാരുടെ ഒരു അന്ധവിശ്വാസം. ഈ ചൂരൽ മരത്തിന്റെ അടിയിൽ ചില പൂജാദ്രവ്യങ്ങളൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നു. കുങ്കുമവും മഞ്ഞളും അതുപോലെ കർപ്പൂരവും എന്തൊക്കെ കത്തിച്ചു വെച്ച പോലുള്ള ചില പൂജാ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ട് അനിരുദ്ധിന് പുച്ഛമാണ് തോന്നിയത്. ഉടനെ തന്നെ അനിരുദ്ധ് തന്റെ കാലിലെ ഷൂ കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു നാരങ്ങ ചവിട്ടി പൊട്ടിച്ചു. ആ സമയത്താണ് പെട്ടെന്ന് അനിരുദ്ധിന്റെ മേലേക്ക് ആ മരത്തിൽ നിന്നും എന്തോ ഒന്ന് ഉറ്റി വീണത്. പെട്ടെന്ന് കൈവച്ചിട്ട് അത് നോക്കുന്ന സമയത്ത് അത് ചുവന്ന നിറത്തിലുള്ള, ഏകദേശം രക്തനിറത്തിലുള്ള ചുവന്ന കുങ്കുമമായിരുന്നു. എന്നാൽ പെട്ടെന്ന് മുകളിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. എന്നാലും അല്പം ഭയം തോന്നി. അവിടെ നിന്ന് പെട്ടെന്ന് മുന്നോട്ടേക്ക് പോകാം എന്ന് കരുതുന്ന സമയത്താണ് പെട്ടെന്ന് മുന്നിലേക്ക് എന്തോ ഒന്ന് വലിയ തരത്തിലുള്ള അമറുന്ന ശബ്ദത്തോടു കൂടി അവന്റെ മുന്നിലേക്ക് എന്തോ ഒന്ന് വന്നു വീണത്. എന്നാൽ അതിന് പ്രത്യേകിച്ച് രൂപമൊന്നും ഉണ്ടായിരുന്നില്ല. അത് അവന്റെ ചെവിയിലും അതുപോലെ അവന്റെ പുറകിൽ നിന്നൊക്കെ അവനോട് പറയുന്നത് പോലെ, നീ എൻ്റെ രക്തമാണ്, നീ ഇങ്ങോട്ടേക്ക് വന്നത് എനിക്ക് വളരെയധികം സന്തോഷം. ആരോ ചെവിക്കരികെ വന്ന് മന്ത്രിക്കുന്നത് പോലെ അവന് തോന്നി. എന്നാൽ അല്പം ഉള്ളിൽ ഭയം തോന്നിയ രാഘവ് അവിടെ നിന്ന് മുന്നോട്ടേക്ക് നടന്നു. എന്നാൽ ഇത്ര നടന്നിട്ടും റോഡിലേക്ക് എത്തുന്നേ ഉണ്ടായിരുന്നില്ല. ഈ രാത്രി ഈ ഉൾക്കാട്ടിനുള്ളിൽ ഇനി നിൽക്കുന്നത് സേഫ് അല്ല. എവിടെയെങ്കിലും എന്തെങ്കിലും വീടുകളോ മറ്റോ കാണുകയാണെങ്കിൽ ഇന്നവിടെ അഭയം സ്ഥാപിക്കാം എന്ന് കരുതി മുന്നോട്ടേക്ക് പോകുന്ന സമയത്താണ് കുറച്ചകലെ ഒരു വെളിച്ചം കണ്ടത്. ഏതോ ഒരു ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വീട് നിൽക്കുന്നത് പോലെ. ആ വീടിന്റെ ഉമ്മറത്ത് ഒരു റാന്തൽ വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ രാഘവ് അങ്ങോട്ടേക്ക് പോയി. ആ സമയത്ത് അവിടെ ആ വീട്ടിലെ കതവൊന്ന് തട്ടി. ആ സമയത്ത് അതിനകത്ത് നിന്നും ഒരു വൃദ്ധനായ മനുഷ്യൻ പുറത്തേക്ക് വന്നിട്ട് ആ വൃദ്ധൻ ചോദിച്ചു, എന്താണ് കാര്യം, എന്താണ് ഈ അസമയത്ത് എന്ന്. രാഘവ് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്നിനി മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ ഇന്ന് ഇവിടെ താമസിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ആ വൃദ്ധൻ പറഞ്ഞു, ഉള്ളിലേക്കൊന്നും നിങ്ങളെ കടത്തിവിടാൻ സാധ്യമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീടിന്റെ തിണ്ണയിൽ കിടക്കാമെന്ന് പറഞ്ഞു. തിണ്ണയെങ്കിൽ തിണ്ണ, എനിക്ക് എങ്ങനെയെങ്കിലും നേരം വെളുപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവിടെ ആ തറവാടിന്റെ തിണ്ണയിൽ കിടക്കാൻ ആരംഭിച്ചു. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ഉറക്കത്തിലേക്ക് മയങ്ങി വീണിരുന്നു. പെട്ടെന്ന് ഉറങ്ങുന്നതിനിടയിലാണ് അനിതിന്റെ തലയിൽ ആരോ തലോടുന്നത് പോലെ തോന്നിയത്. അതും ഒരു കൂർത്ത നഖം പോലെയൊക്കെയുള്ള കൈ ഉപയോഗിച്ച് ആരോ തലോടുന്നത് പോലെ സ്വപ്നത്തിൽ തോന്നിക്കൊണ്ടേയിരുന്നു. പെട്ടെന്ന് നെട്ടിയുണർന്ന് തിരികെ നോക്കുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. അപ്പോഴും രാഘവിന്റെ തലയിൽ ആരോ തലോടുന്നത് പോലെ അവന് തോന്നിക്കൊണ്ടേയിരുന്നു. എന്നാൽ ആ സമയത്താണ് പെട്ടെന്ന് രാഘവ് ചുറ്റും നോക്കുന്നത്. അന്ന് അവൻ അങ്ങോട്ടേക്ക് എത്തിയ സമയത്ത് ഒരു പുത്തൻ പുതു വീട് പോലെ നിന്നിരുന്ന അവൻ നിൽക്കുന്ന ആ പഴയ തറവാട് ബംഗ്ലാവ്, അത് ആരോ വർഷങ്ങളായിട്ട് ഉപേക്ഷിച്ചതുപോലെയുള്ള ഒരു വീടായി മാറിയിരിക്കുന്നു. അവിടെ ഒരുപാട് കാലമായിട്ട് ആരും താമസമില്ല എന്നത് അതിൻ്റെ ചുമരുകളും തറയും അവിടുത്തെ ആ ഒരു അന്തരീക്ഷവും കണ്ടാൽ വ്യക്തമാണ്. എന്നാൽ അവിടേക്ക് എത്തിയ സമയത്ത് അവിടെ കണ്ട വൃദ്ധനും അതുപോലെ അവിടെ കത്തിച്ചു വെച്ച റാന്തൽ വിളക്കും അവന് മുന്നിൽ തിളങ്ങി നിന്നിരുന്ന ആ വീടുമൊക്കെ അവന്റെ മനസ്സിൽ മിന്നി മറഞ്ഞ് പോയിക്കൊണ്ടേയിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് അനിരുദ്ധ് അവിടെ നിന്നും രക്ഷപ്പെടാൻ ഒരുങ്ങുന്ന സമയത്താണ് പെട്ടെന്ന് അവൻ നിന്നിരുന്ന ആ തിണ്ണയുടെ ജനവാതിൽ നിന്നും രണ്ട് കൈകൾ പുറത്തേക്ക് നീണ്ടുവന്ന് അനിരുദ്ധിന്റെ കഴുത്തിൽ അമർത്തി പിടിച്ചത്. എങ്ങനെയൊക്കെയോ തൻ്റെ കൈ ഉപയോഗിച്ച് അതിനെ കഴുത്തിൽ നിന്നും വേർപിടിയിച്ച് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ഒരുങ്ങി. എന്നാൽ അവിടെ നിന്ന് അവൻ ഓടുന്ന സമയത്ത് അവന് പുറകെ ഒരു അദൃശ്യമായ ഒരു വലിയ ശക്തി അവനെ പിന്തുടരുന്നത് പോലെ തോന്നി. എന്നാൽ എങ്ങനെയൊക്കെയോ അവൻ റോഡ് മാർഗം എത്തി. അവിടെ നിന്ന് ഏതോ ഒരു വണ്ടിയിൽ ലിഫ്റ്റൊക്കെ അടിച്ച് അവൻ്റെ വീട്ടിലേക്ക് എത്തി. ആ സമയത്തും അവൻ്റെ വണ്ടി ആ ഉൾക്കാട്ടിൽ തന്നെ അവൻ ഉപേക്ഷിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അവൻ വീട്ടിലേക്ക് എത്തി അമ്മയെ വിളിച്ച് അമ്മ വാതിൽ തുറന്നു. നീ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചു. എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് അവൻ കിതച്ചുകൊണ്ട് പറഞ്ഞു.
എന്നാൽ അവന്റെ വരവിൽ എന്തോ പന്തികേട് തോന്നിയ അമ്മ അവനോട് ചോദിച്ചു, നീ ആ കാട്ടുപാതയിലൂടെയാണോ വന്നത്? ആ സമയത്ത് രാഘവ് പറഞ്ഞു, അതെ, ഞാൻ ആ കാട്ടുവഴിയാണ് വന്നത്. ആ സമയത്ത് വീണ്ടും അമ്മ പറഞ്ഞു, എന്തിനാണ് മോനെ ഈ അസമയത്ത് ആ വഴി വന്നത്? ദൈവമാണ് നിന്നെ സേഫായിട്ട് ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. ആ വഴി പോന്നവരാരും പിന്നെ തിരികെ മടങ്ങിയിട്ടില്ല എന്നാണ് പണ്ടത്തെ ഐതിഹ്യം. അതുകൊണ്ട് ആ വഴിയൊന്നും നമ്മുടെ ഈ ഗ്രാമത്തിലെ ആദിവാസികൾ പോലും അർദ്ധരാത്രിയിൽ സഞ്ചരിക്കുമായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാൽ അമ്മയോട് ഇതൊന്നും പറയാൻ അവന് ധൈര്യമുണ്ടായില്ല. അമ്മ പേടിച്ച് വിഷമിക്കുമോ എന്നൊക്കെ കരുതി അവനൊന്നും മിണ്ടിയില്ല. അവന്റെ പെരുമാറ്റത്തിൽ എന്തോ പന്തികേട് തോന്നിയ അമ്മ ഉടനെ തന്നെ തന്റെ സഹോദരനായ മാണിക്യനെ അങ്ങോട്ടേക്ക് വിളിച്ചു. മാണിക്യൻ ആ രാത്രി തന്നെ അങ്ങോട്ടേക്ക് എത്തി. എന്നിട്ട് രാഘവനോട് സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ തൻ്റെ അമ്മാവനോട് അദ്ദേഹം ഒന്നും മറച്ചു വെച്ചില്ല. തൻ്റെ അമ്മാവനോട് അവിടെ നടന്നിരുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു. താൻ ചെറുനാരങ്ങ ചവിട്ടി പൊട്ടിച്ചതടക്കമുള്ള എല്ലാ കാര്യങ്ങളും. ആ സമയത്ത് മാണിക്യന്റെ മുഖത്ത് വല്ലാത്ത രീതിയിലുള്ള ഭയം ഉടലെടുത്തുകൊണ്ടിരുന്നു. നീ എന്ത് കാര്യമാണ് ചെയ്തത് കുട്ടി എന്ന് മാത്രമാണ് അനിരുദ്ധിന്റെ അമ്മാവനായ മാണിക്യൻ ചോദിച്ചത്. ആ സമയത്ത് എനിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് അമ്മാവ ഞാൻ അതുപോലെയൊക്കെ ചെയ്തത് എന്ന് മാണിക്യനോട് വീണ്ടും രാഘവ് പറഞ്ഞു. ആ സമയത്ത് മാണിക്യൻ പറഞ്ഞു, അത് രക്ഷസിനെ ആവാഹിച്ച് തളച്ച ഒരു ചൂരൽ മരമാണ്. അത് നിന്റെ മുത്തച്ഛൻ തന്നെയാണ് പണ്ട് കാലത്ത് ഇവിടെ അത് ചെയ്തിരുന്നത്. മുത്തച്ഛന്റെ കാലശേഷം ആ ശക്തിക്ക് ക്ഷയം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ ഈ വംശത്തിലെ ആരെങ്കിലും ആ വഴി പോവുകയാണെങ്കിൽ നമ്മളെ ഉപദ്രവിക്കാനായി അത് നല്ലവണ്ണം ശ്രമിക്കും. നമ്മളെ എന്തെങ്കിലും അപകടത്തിൽപ്പെടുത്താൻ അത് കരുതി ഇരിക്കുകയുമായിരിക്കും എന്ന് രാഘവനോട് തൻ്റെ അമ്മാവൻ പറഞ്ഞു. ആ സമയത്ത് രാഘവ് പറഞ്ഞു, എൻ്റെ ബൈക്ക് ആ ഉൾക്കാടിനുള്ളിലാണ് വെച്ചിരിക്കുന്നത്, ഇനി എങ്ങനെയാണ് അത് പോയി എടുക്കുക എന്ന് പറഞ്ഞു. ആ സമയത്ത് മാണിക്യൻ പറഞ്ഞു, നാളെ പകൽ സമയത്ത് നമുക്ക് വർക്ക്ഷോപ്പിലെ ആരെങ്കിലും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകാം. ഇന്ന് നീ സമാധാനമായിട്ട് കിടക്ക് എന്നൊക്കെ പറഞ്ഞ് തൻ്റെ കയ്യിൽ ഏതോ ഒരു പൂജിച്ച ചരടൊക്കെ നൽകി. അന്ന് രാഘവ് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സുഖമായി കിടന്നുറങ്ങി. അടുത്ത ദിവസം പുലർച്ചെ തന്നെ അമ്മാവൻ ഒരു വർക്ക്ഷോപ്പ് ജീവനക്കാരനുമായി അങ്ങോട്ടേക്ക് എത്തി. അമ്മാവനും ആ വർക്ക്ഷോപ്പ് ജീവനക്കാരനും കാറും എടുത്ത് രാഘവ് അവൻ്റെ വീട്ടിലെ മറ്റൊരു ബൈക്കും എടുത്ത് ആ ബൈക്കിനടുത്തേക്ക് ആ ഉൾക്കാട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ആദ്യം അവിടെ എത്തുന്നത് രാഘവായിരുന്നു. രാഘവ് ഉടനെ തന്നെ തൻ്റെ അമ്മാവനെ ഫോൺ വിളിക്കുന്ന സമയത്ത് ആ ഉൾക്കാട്ടിൽ ഫോണിന് നെറ്റ്വർക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. കുറച്ച് സമയം കാത്തിരുന്നിട്ടും അമ്മാവനും ആ വർക്ക്ഷോപ്പ് ജീവനക്കാരനും അങ്ങോട്ടേക്ക് എത്തില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് കരുതി അവിടെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അവന് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഒരു ചുവന്ന നിറത്തിലുള്ള എന്തോ ഒരു വസ്തു അവൻ്റെ ശരീരത്തിലേക്ക് വീണു. ഉടനെ തന്നെ അവൻ തൊട്ടു നോക്കുന്ന സമയത്ത് അത് കുങ്കുമമായിരുന്നു. ഉടനെ തന്നെ അവൻ മുകളിലേക്ക് നോക്കി. ആ സമയത്ത് ആ ചൂരൽ വള്ളിയിൽ ഊഞ്ഞാലാടുന്ന പോലെ ഒരു പൈശാചിക രൂപം അവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അത് പതുക്കെ പതുക്കെ അവന് നേരെ ഊർന്നിറങ്ങുന്നത് പോലെ പെട്ടെന്ന് ആ രൂപം അവനെ ശരീരത്തിലേക്ക് എടുത്തു ചാടുകയും ചെയ്തു. എന്നിട്ട് അവനെ ഉപദ്രവിക്കാൻ ഒരുങ്ങുന്ന സമയത്താണ് പെട്ടെന്ന് അവിടെ നിന്ന് അവൻ ഓടാൻ ശ്രമിക്കുന്നത്. എന്നാൽ അവൻ ഓടുന്ന സമയത്ത് ഈ രൂപം അവന് പുറകെ ഓടുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു കാഴ്ച ദൂരെ നിന്നും കണ്ട തൻ്റെ അമ്മാവൻ തൻ്റെ കാറിന്റെ ഹോൺ ഒന്ന് നീട്ടിയടിച്ചു. ആ ശബ്ദം കേട്ടതോടെ മറ്റാരോ ഈ കാട്ടിലേക്ക് വരുന്നുണ്ടെന്ന ആ ഒരു സിഗ്നൽ കൊണ്ട് ആ അദൃശ്യ രൂപം അവിടെ നിന്നും രക്ഷപ്പെട്ടിരുന്നു. ഉടനെ തന്നെ വർക്ക്ഷോപ്പ് ജീവനക്കാരനുമായി വന്ന തൻ്റെ അമ്മാവൻ ആ ബൈക്കൊക്കെ സർവീസ് ചെയ്തിട്ട് ചുറ്റുപാടും സുരക്ഷിതമാക്കിയിട്ട് അവിടെ നിന്നും എങ്ങനെയെങ്കിലും വേഗം രക്ഷപ്പെടണം എന്ന് പറഞ്ഞ് ആ വർക്ക്ഷോപ്പ് ജീവനക്കാരനോട് പെട്ടെന്ന് അത് റെഡിയാക്കാൻ വേണ്ടി പറഞ്ഞ് അവിടെ നിന്നും പോകാൻ ഒരുങ്ങി. ബൈക്കൊക്കെ റെഡിയാക്കി രാഘവും തൻ്റെ അമ്മാവനും അവിടെ നിന്നും മടങ്ങി. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് രാഘവ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവനെ തന്നെ നോക്കി അദൃശ്യനായി നിൽക്കുന്ന ആ രൂപം രാഘവിന്റെ കണ്ണിൽ മാത്രം കണ്ടു. അതിന് കണ്ണുകൾ ഉണ്ടായിരുന്നില്ല. നീണ്ട മുടി, കൈയൊക്കെ കൂർത്ത്, നഖങ്ങളൊക്കെ വളരെയധികം മൂർച്ചയുള്ള ഒരു പ്രത്യേക രൂപം ആ ചൂരൽ മരത്തിനരികിൽ നിന്ന് അവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഇനി ഒരിക്കൽ കൂടി ആ കാട്ടുവഴിയിലൂടെ അവൻ പോകേണ്ടി വരികയാണെങ്കിൽ അവൻ്റെ ജീവൻ ഉറപ്പായും ആ ശക്തി എടുക്കുമെന്നത് അവന് ഉറപ്പായിരുന്നു. കാരണം ആ ശക്തിയെ അന്നത്തെ കാലത്ത് ആവാഹിച്ച് തളച്ച തലമുറയിൽപ്പെട്ട ആ കുടുംബത്തിൽപ്പെട്ട ഒരാളായിരുന്നു രാഘവ്. അതുകൊണ്ട് രാഘവന്റെ രക്തം ആ പൈശാചിക ശക്തിക്ക് ഏറെ പ്രിയം തന്നെയാണ്. ഇതൊരു സാങ്കല്പിക കഥയാണ് എന്ന് ഞാൻ ഇവിടെ ഉറപ്പിച്ച് പറയാം. എൻ്റെ സങ്കല്പത്തിൽ നിന്നും ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു കഥ. ഇതുപോലെയുള്ള ധാരാളം കഥകൾ എനിക്ക് ഇനിയും നിങ്ങളോട് പറയാനുണ്ട്. ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ കൂടെ കൂടാവുന്നതാണ്.